ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് നിങ്ങളുടെ വർത്താനൊക്കെ? ഞാനൊന്ന് പാലക്കാട് വരെ പോകായിരുന്നു കേട്ടോ. അൻവർക്ക പാലക്കാടിലുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരാൻ അൻവർക്കാക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ബസ് കയറി പോകാമെന്ന് വെച്ചു. ആദ്യം വീട്ടിലാക്കിയിട്ടാണ് പോണത്. മിഷൻ സ്കൂളിൻ്റെ അവിടെ ബസ് ഇറങ്ങിയിട്ട് എന്നെ അൻവർക്ക് വിളിക്കാൻ വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അൻവർക്കാക്ക് സമയം ഉണ്ടായിരുന്നില്ല. അൻവർക്ക കുറച്ച് തിരക്കിൽ പെട്ടു. ഞാൻ ആ തിരക്ക് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ ഈ വീഡിയോയിൽ. അൻവർക്ക് എന്നെ ചതിച്ചു ഗൈസ്. ഞാൻ നടന്ന് പോവാണ്. ഓട്ടോ എടുത്തിട്ട് വരാൻ പറഞ്ഞു. പക്ഷെ നമുക്ക് ബസ്സിന് പോവാം. നെഹദിക്ക് ഇതിലേ പറഞ്ഞു. ഇത് അൻവർക്കാൻ്റെ സ്റ്റുഡൻസ് ആട്ടാ. അവരിനൊക്കെ പറഞ്ഞയച്ച ശേഷം ഞാൻ അൻവർക്കും പാടെ ജ്വല്ലറിക്ക് പോയിട്ടുണ്ടായിരുന്നു. ജ്വല്ലറി ക്ലോസ് ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് നമുക്ക് മോഡലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് അവരൊക്കെ പോയ ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് കേട്ടോ. എനിക്ക് നാളെ വർക്കുണ്ട്. അപ്പോൾ സാധനങ്ങൾ വാങ്ങാനായിട്ടായിരുന്നു ഞാൻ പാലക്കാട് വന്നിട്ടുണ്ടായിരുന്നത്. ഷോപ്പ് 8 മണിയാകുമ്പോഴേക്കും ക്ലോസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഷോപ്പിക്കും പോകാനുള്ളത് കൊണ്ട് അൻവർക്ക എന്നെ വിളിക്കാൻ വരുന്നൊരു ഗ്യാപ്പ് ഞാൻ കൊടുക്കാണ്ട് വേഗം ബസ് കയറി വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച ശേഷം ഞാൻ നേരെ പോയത് എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. കുറേ സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. നമുക്ക് പുലർച്ചയ്ക്ക് തന്നെ വർക്കിന് പോകാനുണ്ട്. അപ്പോൾ ആദൂനെ വീട്ടിലാക്കിയിട്ട് ഡിമാൻഡിലാക്കിയിട്ടാണ് വർക്കിന് പോണത്. അപ്പോൾ രാവിലെ ആദൂനെ കൊണ്ട് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് ആദൂനെ അവിടെ ആക്കിയിട്ടാണ് പോണത്. രാത്രി 2 മണിയാട്ടാ. 2:45 അപ്പോൾ ഇങ്ങനെ വർക്കിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. റെഡിയായി നിൽക്കുകയാണ്. എൻ്റെ വർക്കാണ് എന്നിട്ട് പോട്ടെ. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ വണ്ടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ലൊക്കേഷൻ നോക്കിയിട്ടൊക്കെയാണ് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഈ ബ്രൈഡ് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു കേട്ടോ എന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫസ്റ്റത്തെ ഹിന്ദു ബ്രൈഡാണ്. ഞാൻ എൻഗേജ്മെൻറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഹിന്ദുസിന്. പക്ഷേ ബ്രൈഡായിട്ട് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷനും തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചേച്ചി സൂപ്പറാണ്. നല്ല കംഫർട്ടബിളാക്കി എല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല കോൺഫിഡൻസോടെ തന്നെ ഞാൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എക്സ്റ്റൻഷൻ വെച്ചിട്ടുള്ള ഹെയറൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സാരി ഡ്രാപ്പിംഗ് എൻ്റെ ഉമ്മ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞത് നമുക്ക് വേറൊരു വർക്ക്, ഈ ബ്രൈഡ് എൻ്റെ ഫ്രണ്ടും. പിന്നെ ഞാൻ ഡിസംബറിലൊരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് യൂട്യൂബിൽ നിന്ന് ഡിലീറ്റായി പോയിട്ടാണ്. അത് ഇനി എന്താ ചെയ്യാന്നറിയില്ല. ഡിലീറ്റായി പോയിട്ടുണ്ട്. കണ്ണാടി എവിടെ? ഫസ്റ്റത്തെ ലുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഫസ്റ്റ് വീണ്ടും കൊണ്ടുവച്ചത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം വർക്കാണ് ഇതിലുള്ളത്. നിങ്ങൾ ഫസ്റ്റായിട്ടും തന്നെ വിളിക്കുക, ബുക്ക് ചെയ്യുക. വേഗം ബുക്ക് ചെയ്താൽ വേഗം കിട്ടും. ഇതൊന്നും ഞാൻ പറയിപ്പിച്ചില്ല കേട്ടോ. അവളെ പറയണതാണ്. ഞാൻ അവളെ കൊണ്ട് പറയിപ്പിച്ചൊന്നുമല്ല കേട്ടോ. അവൾ തന്നെ പറഞ്ഞതാണ്. കാരണം അവൾക്ക് സ്കിൻ ടോണല്ല സ്കിൻ തന്നെയായിട്ടാണ് വേണ്ടത്. അവൾക്ക് ഒട്ടും മേക്കപ്പ് വേണ്ട. ഒട്ടും മേക്കപ്പ് ഇടാത്ത ഒരാളുമാണ് അവൾ. ലിപ്സ്റ്റിക്ക് പോലും ഡെയിലി ലൈഫിൽ ഐലൈനർ പോലും യൂസ് ചെയ്യാത്തൊരു ബ്രൈഡാണ്. അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല മേക്കപ്പിന്. പിന്നെ അത് കഴിഞ്ഞ് അതിന് മുട്ടായിയൊക്കെ വാങ്ങി ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ 3 മണി ആ ഒരു ടൈം പോയതാണ്. ഞാൻ അങ്ങനെ വീടെത്തി കുളിച്ച് റെഡിയായിട്ടൊന്നുമില്ല. ഫുഡ് കഴിച്ചു. ഞാൻ രാവിലത്തെ ഫുഡായിട്ട് കഴിച്ചത് ഇപ്പോഴാണ്. ഉച്ചക്കത്തെ ഫുഡും എല്ലാം ഒരൊറ്റ ഫുഡാണെന്ന്. രാവിലെ 3 മണിക്ക് പോയതാണ്. 2:30 എണിച്ചിട്ട് 3 മണിക്ക് റെഡിയായിട്ട് പോയി. 4 മണിക്ക് വർക്ക് തുടങ്ങി. 3:30 ബ്രൈഡിൻ്റെ വീടെത്തി. ഞാൻ ഇനി കുറച്ച് നേരം കടന്നുറങ്ങട്ടെ. നമുക്ക് റിസപ്ഷൻ വർക്ക് ഉണ്ട്. റിസപ്ഷൻ വർക്ക് വരുന്നത് വടക്കഞ്ചേരിയാണ്. അപ്പോൾ അവിടെ എത്തും വേണം. അപ്പോൾ ഇവിടെ നിന്നൊരു 1:30 കഴിഞ്ഞതും ഇറങ്ങണം എന്നാണ് വിചാരിക്കണത്. ബ്രൈഡ് 2 മണിക്ക് എത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ കുറച്ച് നേരത്തെ പോകണമല്ലോ. വഴിയൊന്നും അറിയില്ല, ഏതാ വീടൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങട്ടെ. എന്നിട്ട് 1:30 എണീച്ച് പോവാം. ഇതിന് ശേഷമുള്ളതൊക്കെ വലിയൊരു സ്റ്റോറി കേട്ടോ. ശരിക്കും വടക്കഞ്ചേരി അല്ല ബ്രൈഡിൻ്റെ വീട്, ചിറ്റിലാഞ്ചേരിയാണ്. എനിക്ക് സ്ഥലം മാറിയാണ്. പക്ഷേ അവർ ലൊക്കേഷൻ അയച്ചൊക്കെ കറക്റ്റായിരുന്നു. നമ്മൾ ലൊക്കേഷൻ നോക്കിയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ വടക്കഞ്ചേരി എന്ന് പറഞ്ഞിട്ട് വടക്കഞ്ചേരി ടച്ച് ചെയ്തിട്ട് ഉണ്ടായിരുന്നില്ല. അതെനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ വഴി തെറ്റിയോ എന്നൊക്കെ പറഞ്ഞ്. കാരണം നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല.
മൊത്തത്തിൽ നല്ലോണം ടെൻഷനായിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രൈഡിന് കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കറക്റ്റ് ടൈമിന് തന്നെ അവിടെ എത്തുകയും ചെയ്തു. ബ്രൈഡിൻ്റെ വീടൊരു കാട്ടുമൂക്കില, ബ്രൈഡിൻ്റെ അല്ല ഗ്രൂമിൻ്റെ ഒരു വീട് അത്യാവശ്യം നല്ല ഉള്ളേരിയ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല കൺഫ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ വഴിക്ക് പോയ വീടുകൾ ഉണ്ടാകുമെന്ന് തന്നെ അറിയില്ലായിരുന്നു. അത്രയ്ക്കും ടെൻഷൻ അടിച്ചിട്ടാണ് ഞങ്ങൾ 3 പേരും. ഉമ്മയായിരുന്നു സാരി ട്രാപ്പിങ്, പിന്നെ അതും ഉണ്ടായിരുന്നു, പിന്നെ അൻവർക്കായിരുന്നു ഡ്രൈവർ. അങ്ങനെ ഞങ്ങൾ 3 പേരും പാടിയിട്ടാണ് പോയത്. പിന്നെ അത് കഴിഞ്ഞ് നേരെ വീട്ടുകാരന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും എനിക്ക് വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് അൻവർ ഖാൻ്റെ താത്തൻ്റെ മുനീർ താത്ത, ചെറിയ താത്ത, അവരുടെ അവിടെ നിന്ന് മന്തി കൊണ്ടുവന്നു. അതൊക്കെ തിന്ന് പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയി. ഞാൻ അങ്ങനെ കിടന്നുറങ്ങിയിട്ടോ അന്നത്തെ ദിവസം. ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഫുൾ ടെൻഷൻ അടിച്ചിട്ട് ശരിക്കും തളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ എനിക്ക് ഇപ്പം എന്തെങ്കിലും ചെറിയ കാര്യം ആണെങ്കിൽ പോലും എനിക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ടാവും. ശരിക്കും എനിക്ക് എൻ്റെ മേലെ കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ആ ടെൻഷൻ അടിച്ചാൽ എൻ്റെ എല്ലാം ശരിയാവുള്ളൂ എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ. ടെൻഷൻ അടിച്ച് വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഏകദേശം എല്ലാ വർക്കും നന്നായി വരലുണ്ട്. അപ്പോൾ നമുക്ക് നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ വ്ളോഗ്. ഞാൻ ലാസ്റ്റ് വ്ളോഗ് ഇട്ടത് ഡിലീറ്റായി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ കാണലില്ല. അത് യൂട്യൂബിൽ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്താട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.